ഒരു സ്പെഷ്യൽ എഗ് ഓംലെറ്റ്. അതിന് 3 എഗ്ഗ്, ഒരു 3 എഗ്ഗിന് ഒരു 1 ഔൺസ് പാൽ അതിലൊഴിച്ചിട്ടുണ്ട്. പാല്, ദെൻ 2 സവാള, കുറച്ച് കരിവേപ്പിൻ്റെ ഇല, ഒരു പച്ചമുളക്, 2 പച്ചമുളക്. അത് ഇങ്ങനെ നന്നായി ചെറുതായി അരിഞ്ഞു വെച്ചു. ഇനി ഈ സവാള എണ്ണയിലൊന്ന് മൂപ്പിച്ച് എണ്ണയിലൊന്ന് നന്നായി വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ആ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് വഴന്നു കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് ഇടുക. ആ ഉപ്പ് ഇട്ടൊന്ന് റെഡി ആയിക്കഴിഞ്ഞാൽ ഈ തക്കാളി ഇട്ടിട്ട് വഴറ്റുക. അത് നന്നായി ഒന്ന് വഴന്നു കഴിഞ്ഞാൽ ഈ എഗ്ഗ്, ആ പാലും അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് നന്നായി ഈ ഫോർക്ക് കൊണ്ട് മതി, ഫോർക്ക് കൊണ്ടൊന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഈ വഴന്ന ഇതിലേക്ക് നമുക്ക് ഇതൊഴിച്ച് ഒന്നിങ്ങനെ ചുറ്റിച്ചിട്ട് അടച്ച് അവിടെ സിമ്മിൽ വയ്ക്കും. ഒരു 5 മിനിറ്റ് അങ്ങനെ സിമ്മിലിരിക്കുമ്പോഴേക്കും ഇത് ശരിക്ക് നന്നായി ഫ്ലഫി ആയിട്ട് പൊന്തി വരും. അപ്പം നമുക്ക് വേറൊരു പാൻ കൊണ്ട് അത് കമത്തി വെച്ച് അതിനെ തിരിച്ചിടാം. ഞാൻ കാണിക്കാം, അപ്പോൾ കാണിക്കാം. ഇതൊക്കെയാണ് അതിന് വേണ്ട ഉപ്പും കൂടി നേരത്തെ പറഞ്ഞില്ല. അതും കൂടി കൂട്ടി നമുക്ക് നല്ലൊരു സ്പെഷ്യൽ ഓംലെറ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ അത് കാണിക്കാം. അതാ ഞാൻ ചട്ടി വെച്ചു, അത് നന്നായി ചൂടായി. ആ ചൂടായതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയൊന്ന് ചുറ്റിച്ചെടുക്കട്ടെ. ഇനി ഇതിലേക്ക് എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നല്ല ചൂടുള്ള ചട്ടിയാണ്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്കിതാ ആ സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടിട്ട് നമുക്ക് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ചെറിയ ബ്രൗൺ കളറായിക്കോട്ടെ. അതായത് അതിൻ്റെ ആ സവാളയുടെ ഒന്നും ആ മണം വേണ്ട. ഞാനത് വഴറ്റിയിട്ട് കാണിക്കാം. അതാ ഞാൻ ആ സവാള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി സിമ്മിലാണ്. ഇപ്പോൾ അതിലേക്ക് നമ്മൾ ആ മുറിച്ച് വെച്ച തക്കാളി ഇതൊന്ന് ഇതായിട്ട് നന്നായി ആ തക്കാളി നന്നായിട്ട് യോജിക്കട്ടെ. ഇതങ്ങനെ നന്നായി ഇളക്കി കൊടുത്തു. വേറെ മുളക് പൊടി ഇട്ടിട്ടില്ല, പച്ചമുളക് ഉണ്ട് 2 അപ്പോൾ ഞാൻ വേറെ മുളക് പൊടി ഇട്ടില്ല, മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടു. അതാ ആ തക്കാളി ഇട്ടു. ഇനി ഇതിനെ ഒന്ന് കയറ്റി വെച്ചു, എന്നിട്ടൊന്ന് അടച്ച് വയ്ക്കാം. ആ തക്കാളി ഒന്ന് വേവട്ടെ. തക്കാളി കൂടിയിട്ട് നന്നായി വഴന്നു. അപ്പം ഞാൻ എന്നിട്ട് അതിനെ ഒന്നിങ്ങനെ ഈവണായി പരത്തി വെച്ചു. ഇനി ഇതിലേക്കാണ് നമ്മൾ നേരത്തെ പാലും ഉപ്പും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സ്. ഇത് നമ്മളിങ്ങനെ ഒന്നിങ്ങനെ ചുറ്റിച്ചൊഴിച്ച് കൊടുക്കും. നല്ല കേക്ക് പോലെ ആയി കിട്ടും. ഇനി ആവാത്തോടത്തേക്ക് നമ്മളൊന്നിങ്ങനെ ചെറുതായി ചൊരിച്ച് എല്ലാ ഭാഗത്തേക്കും ആക്കുക. ഇനി ഇതിനെ സിമ്മിൽ വെച്ച് അടച്ച് വയ്ക്കുക. സിമ്മിലേ വയ്ക്കാവുള്ളൂ, അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് അത് കഴിയുമ്പോഴേക്കും ഇത് റെഡിയാവും. അപ്പോൾ നമുക്ക് വേറെ ഒരു ചട്ടി ദോശത്തവയാണ്. ഇത് ആ പാനിൽ നിന്ന് ഈ ദോശത്തവ കൊണ്ട് അങ്ങനെ കമത്തിയിട്ട് ഇതിലേക്ക് മറിച്ചിടാം. എന്നിട്ട് നമുക്ക് ആ മോൾ ഭാഗം കൂടി ഒന്ന് റോസ്റ്റായിട്ടെടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു എഗ് ഓംലെറ്റാണ്. കാണിക്കാൻ ഞാൻ ഇതൊന്ന് അടച്ച് വയ്ക്കട്ടെ. ഇത് പാകമായിട്ടുണ്ട്. ഇനിയിപ്പത്തിന് ഞാൻ
മറ്റേ തവ വെച്ചിട്ട് തിരിച്ചിടുന്നു. എന്നാലേ ഈ പോർഷൻ കൂടി ഒന്ന് ഫ്രൈഡ് ആകുന്നു. അത് കാണിക്കാം, തിരിച്ചിട്ടിട്ട് കാണിക്കാം. തിരിച്ചിട്ടപ്പോഴത്തെ ഇതാണ്. ഇത് തവ അപ്പം ചൂടില്ലാത്തതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും സിമ്മിലേക്കാക്കാം. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ ഈ തവ കൊണ്ട് നമുക്കിതിനെ ഒന്ന് കവർ ചെയ്യാം, അല്ലെങ്കിൽ ഈ അടപ്പ് കൊണ്ട് തന്നെ ഇങ്ങനെ കവർ ചെയ്യാം. ഒന്നിരുന്ന് അത് സെറ്റാവും. അപ്പോൾ സിമ്മിലാണ്, വീണ്ടും സിമ്മിലാണ്. ഇനി അതൊന്ന് ഈ ഇതുകൊണ്ട് തന്നെ അടച്ച് വെച്ച് ആയിട്ട് ഞാൻ തിരിച്ചിട്ട് കാണിക്കാം. അതിനെ തിരിച്ചും കൂടി തന്നെ തിരിച്ചിട്ടു. ഞാൻ ഈ കേക്ക് മുറിക്കണ പോലെ ഇതങ്ങനെ 4 പീസാക്കി. ഇനി നമുക്കിങ്ങനെ ഓരോ പീസ് ഓരോരുത്തർക്ക് ഇതാ ശരിക്കും നല്ല ഫ്ലഫി കേക്ക് പോലെ ഇതാ ഇങ്ങനെ എടുക്കാം. ഒന്നും കൂടി അതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ശരിക്കും കേക്ക് പീസ് പോലെ നമുക്കിങ്ങനെ വന്നിട്ട് ഒരു 3 എഗ്ഗ് കൊണ്ട് 3 എഗ്ഗ്, ഒരു തക്കാളി, 2 സവാള, 2 പച്ചമുളക്, കുറച്ച് കരിവേപ്പിൻ്റെ ഇല, ഒരു 2 ഔൺസ് മിൽക്ക്, ഇതുകൊണ്ട് ചെയ്ത ഒരു സ്പെഷ്യൽ ഓംലെറ്റ്. നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത്. എളുപ്പമാണ്. ആകെ 10 മിനിറ്റ് നമുക്ക് സമയം വേണ്ടു. നല്ല ടേസ്റ്റോടുകൂടി നല്ലൊരു ഓംലെറ്റ് കഴിക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഓംലെറ്റ് കഴിക്കുന്നവർ വെറുതെ സവാളയും കറിവേപ്പിലയും പച്ചമുളകും മൂപ്പിച്ച് കഴിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റാണ്. അതിൽ ലേശം പാലും ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് ഫ്ലഫി ആക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.